ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിയെ എങ്ങനെയെങ്കിലും തിരിച്ച് ദേവാമംഗലത്ത് എത്തിക്കും എന്നുള്ള വാശി തന്നെയാണ് കേട്ടോ ഉദയഭാനു. എന്നിട്ട് സ്ത്രീകളോട് പറയുന്നുണ്ട്, ചെറ്റക്കുടിലിൽ ആ ചേരി പ്രദേശത്ത് കിടന്ന് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ, ആ ദേവമംഗലം പോലെ ഒരു വീട്ടിൽ അവിടുത്തെ മൂത്ത മരുമകളായി നമ്മുടെ മകളെ അവളെ എത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ കാണിക്കുന്ന ഈ ആനന്ദിൻ്റെ വിരോധമൊക്കെ മാറ്റി ദേവിയെ വീണ്ടും അതിനകത്ത് കയറ്റാനുള്ള പണിയെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നിങ്ങനെ പറയാട്ടോ. പക്ഷേ ദേവിക്കാണെങ്കിൽ ഇവരിൻ്റെ അടുത്ത പ്ലാനുകൾ അറിയാനിട്ട് വല്ലാത്ത വിഷമമാണ്. ഇനി അടുത്ത് വീണ്ടും തന്നെ കുഴി കൊണ്ട് ചാടിക്കുമെന്നും പറഞ്ഞ് അച്ഛനും അമ്മയ്ക്ക് നല്ല വഴക്കം കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ധർമ്മൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ കൃഷ്ണമംഗലത്ത്. അവർ അത് ആഘോഷിക്കണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ബെഡ്റൂം എല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്നിട്ട് പാല് കൊടുത്ത് നമ്മുടെ രാജശ്രീയുടെ അടുത്ത് നന്ദിത ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും സുകന്യയ്ക്ക് കൊണ്ട് കൊടുക്കാൻ. എനിക്ക് നാണാവുന്നു ചേച്ചിന്ന്. അതെന്തിനാണ് നാണാവുന്നത്? നിൻ്റെയും അച്യുതേട്ടൻ്റെയും ഒന്നും അല്ലല്ലോ ഇപ്പം നടക്കാൻ പോകുന്ന ഫസ്റ്റ് നൈറ്റ്, ധർമ്മൻ്റെ അല്ലേ? എന്നാൽ അങ്ങനെയാണെന്നങ്ങ് വിചാരിച്ചോ? അതുകൊണ്ടാണ് എനിക്കിത്ര നാണം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം എന്ന് നന്ദിത പറയുമ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ രാജശ്രീയുടെ ബന്ധുവാണല്ലോ ഈ സുകന്യയ്ക്ക് വേറെ ഇത്തിരി ബോൾഡായിട്ടുള്ള ഒരു സംസാര പ്രകൃതമാണല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ രാജശ്രീ പറയുന്നുണ്ട്, അതൊക്കെ വേണ്ടേ ചേച്ചി, ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളെല്ലാം പാവം പോലെ ഇരുന്നാൽ മതിയോ, ഇത്തിരി ബോൾഡായിട്ടൊക്കെ സംസാരിക്കണ്ടേ, അത്രയേ ഉള്ളൂ അവൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നേരെ പാല് കൊണ്ട് സുകന്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സുകന്യ അത് കുടിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണ്ട, അയ്യോ മോളെ കുടിക്കാനല്ല, ഇപ്പം കുടിക്കാനല്ല, മുറിയിൽ കൊണ്ടുപോയി കുടിക്കാനാണ് തന്നത്. അതെന്താ അങ്ങനെ? അതൊന്നും അറിയത്തില്ലേ? ധർമ്മൻ പകുതി മോള് പകുതി അങ്ങനെ വേണ്ടേ കുടിക്കാനായിട്ട്? ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ 2 ഗ്ലാസ് വേണ്ടേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഇവരെല്ലാവരും അന്തം വിട്ട് പോവാണ്. അങ്ങനെയാണോ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്? രാജശ്രീ ചോദിക്കേണ്ട. അതെ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ, ഇനി മുതൽ നിങ്ങൾ തമ്മിൽ ഒരു ജീവിതം തുടങ്ങുമല്ലേ, അതുകൊണ്ടാണ് ഒരു ഗ്ലാസ്സിൽ തന്നെ പകുതി കുടിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ സുകന്യയ്ക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബെഡ്റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ധർമ്മനാണെങ്കിൽ ആകെ ചമ്മലാവണുണ്ട് കേട്ടോ. ഒന്നാമത് ഒരു പരിചയമില്ല, മിണ്ടിയിട്ടോ സംസാരിച്ചിട്ടോ കണ്ടിട്ടോ പോലും ഇല്ല. ആദ്യമായിട്ട് മണ്ഡപത്തിൽ കാണുന്ന കല്യാണം കഴിക്കാൻ കെട്ടാൻ പറയുന്നു, കെട്ടുന്നു, അതും മുഖത്ത് പോലും നോക്കാതെയാണ് കെട്ടുന്നത്. ആ പെൺകുട്ടിയായിട്ടാണ് രാത്രി ഫസ്റ്റ് നൈറ്റും. ധർമ്മനാകെ ചമ്മലാട്ടോ. അങ്ങനെ അവരുടെ ആ ഒരു ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ നമ്മുടെ സുകന്യയ്ക്ക് ഭയങ്കര ഡിമാൻഡുകളാട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അച്യുതൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോളെ, നമ്മളെ വീടൊക്കെ ഇഷ്ടമായോ, ജീവിതമൊക്കെ തുടങ്ങിയില്ലേ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പറയണം എന്ന് പറയാം കേട്ടോ. AC തണുപ്പ് പോരാ, പിന്നെ എൻ്റെ ബെഡ്റൂം ആണെങ്കിൽ തീരെ ചെറുതാ, കുടിസ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ, കുറച്ച് വലിയ ബെഡ്റൂം വേണം. പിന്നെ വേറെ എന്തൊക്കെ ഡിമാൻഡ്? ചോറിന് ഫിഷ് കറി തന്നെ വേണം, പിന്നെ ഫിഷ് ഫ്രൈയും വേണം. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ഡിമാൻഡുകൾ അങ്ങ് വെക്കുക കേട്ടോ. അതോടുകൂടി അച്യുതനും അനന്തനും അന്തം വിട്ട് നിൽക്കുകയാണ്. വീട്ടിലെ ബാക്കി എല്ലാവരും ഒരു നാണവും മാനവും ഒന്നുമില്ല, വന്ന് കയറുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള സംസാരമാണ്. അപ്പോൾ ധർമ്മനും ആകെ സങ്കടത്തിലായി. ധർമ്മനും ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു കേട്ടോ. ഒരു പരിചയമോ ഒന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്, അതും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയായിട്ട്, അങ്ങനെ അതൊരു വല്ലാത്ത വിഷമത്തിൽ ധർമ്മൻ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരോടും. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്